ഹലോ ഗൈസ്, ഉണ്ണികൾക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ടാണ്. 1-ാം തീയതി മുതൽ തുടങ്ങിയത്. നല്ല മഴ ആയതുകൊണ്ട് ആയിട്ടില്ല. ഒന്നാമത്തെ മൈലാഞ്ചി തണുവ. ഇപ്പോൾ പിന്നെ മൈലാഞ്ചി നന്നായി പറിച്ചു. ഇവിടെ അടുത്ത വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഇതാ ജാറിലേക്കൊക്കെ ഇട്ട് കുറച്ചേ വേണ്ടു, 2 ആൾക്കല്ലേ വേണ്ടു. ഇപ്പോൾ ജാറിലേക്കൊക്കെ ഇട്ട് അരയ്ക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് അരയ്ക്കുക. അപ്പം അരയ്ക്കും. ഉണ്ണികൾ അവിടെ നിന്ന് നല്ല വാശി പിടിക്കുന്നുണ്ട്. കുറച്ചൊരു തുണ്ട് വെള്ളം വെച്ചിട്ട് അരച്ചാൽ മതി. ഇപ്പം നല്ലൊരു ഇതുപോലെ കിട്ടും. അരച്ചതിന് ശേഷം എൻ്റെ കൂടെ പാൽക്കായതുകൊണ്ട് അവിടെ ഇടും. കർക്കിടക മാസം 1-ാം തീയതി ഇടാറുണ്ട് എല്ലാവരും. അപ്പോൾ ഇടാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് 2 ദിവസമായിട്ട് വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ അരയ്ക്ക് വെച്ച് കൊടുക്കാൻ വെച്ചിട്ടായിരുന്നു. നിങ്ങൾക്ക് നന്നായി ചോക്കുന്ന മൈലാഞ്ചിയാണ്, നമ്മുടെ നാടൻ ഇലയാണ്. നിങ്ങളുടെ കയ്യിലേക്ക് നല്ല കുറച്ച് ദിവസം ഉണ്ടാവും, ഒരു 10-15 ദിവസമൊക്കെ ഉണ്ടാവും ഈ മൈലാഞ്ചി. എന്നിട്ട് ഇതിപ്പോൾ കൊണ്ടുപോകും. ഉണ്ണികൾ 2 ആളും ഇവിടെ ഉണ്ട്. ഞാൻ കളിച്ചോണ്ടിരിക്കുകയാണ്. കളിക്കുമ്പോ ഡെപ്പി ഉണ്ടാവും. ഇടയ്ക്കിട്ട് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനെ മൈലാഞ്ചി, ചെറിയ വട്ടാക്കി ഇട്ടിട്ട്. അപ്പൊ എനിക്ക് കൂട്ടുകാർക്ക് നല്ല ഇഷ്ടപ്പെടുക. എല്ലാരും ലൈക്ക് ചെയ്തോ. ഇനി വന്നിട്ട് പോവാണെങ്കിൽ ലൈക്ക് ഇട്ടിട്ട് പോയാൽ മതി കേട്ടാ. ലൈക്ക് ഇട്ടില്ലെങ്കിൽ ഇടിഞ്ഞു ശരിയാക്കും. കുറുമ്പന്മാരാണെങ്കിൽ ഒക്കെ നല്ലതാ. വെളിച്ചെണ്ണ കൊഴിച്ചാൽ നല്ലതാ. കയ്യമ്മക്ക് കുഞ്ഞുങ്ങളെ കൊഴിച്ചു കൊടുത്തു ഞാൻ. അത് കുറച്ചേരം ഇങ്ങനെ കൈയൊന്ന് 2 കൈയും തേച്ച് ഇതാക്കിയാൽ. ഞാൻ തുടച്ചത് അമ്മയുടെ പെയിന്റിലല്ല, ഞാൻ തുടച്ചത് എവിടെയും അല്ല. ഞാൻ തുടച്ചത് ഒരു തോർത്തിലല്ല, ഞാൻ വാതിലമ്മയാണ് തുടച്ചത്. അപ്പോൾ അത്യാവശ്യമൊക്കെ ചോന്നുണ്ട്. കുറച്ചേരം ഇട്ടോളൂ, 10-15 മിനിറ്റ് ഇട്ടോ. ഉണ്ണികളല്ല നല്ല വാശി പിടിക്കുന്നുണ്ട്. എനിക്ക് നല്ല ചുമയാണ്. അപ്പോ കൂട്ടുകാരൊക്കെ ഒട്ട് വരാൻ ശ്രമിക്ക്. അപ്പോൾ ലൈക്ക് സപ്പോർട്ട് ചെയ്യാം ഒക്കെ ചെയ്യാം. ഞാൻ കുറുമ്പു.